കുറേ നാളായി ഒരു പഴംപൊരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ മൈദ എടുത്ത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പഞ്ചസാരയും, 1 സ്പൂൺ അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കലക്കി വെച്ച് നമുക്ക് ഇത് കലക്കുമ്പോൾ ഒരു 2 സ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദോശമാവ് ചേർത്ത് കൊടുക്കാം. ദോശമാവിൻ്റെ ഒരു ഉണ്ടെങ്കിൽ ഒരു തവി ദോശമാവും കൂടെ കൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു തിളക്കം ഉണ്ടാവും ഇനി ആ പഴംപൊരിക്ക്. നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അതേസമയം വലിയ നമ്മൾ നോർമലായിട്ട് സാധാ മൈദ തന്നെ കലക്കി വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അത്ര ക്രിസ്പി ആയിട്ട് നല്ല കറുമുറുന്ന് വരുന്ന ആ ഒരു പരുവം വരില്ല. ഒരു കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അത്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാവ് അരിമാവോ അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് പൊളിച്ച് കിട്ടും. അപ്പോൾ എന്താവും, ഈ ഇതുണ്ടാക്കുമ്പോൾ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ മാവെല്ലാം ഇതാക്കി ഭയങ്കര ഹാർഡായിരിക്കും, ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ. ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വളരെ ഹാർഡായിട്ടിരിക്കും. അത് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തതുകൊണ്ട് വരുന്നത്. പക്ഷേ മാവ് കുറച്ച് നേരം കലക്കി അങ്ങനെ വെക്കുവാണെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ 6 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ച് വേണമെങ്കിൽ നീളത്തിൽ മുറിക്കാം. ഒരു പഴം നമുക്ക് ഒരു 5 പീസാക്കാൻ പറ്റും. ഞാൻ ഇവിടെ കുറച്ച് കട്ടിക്ക് തന്നെ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തത്. ചെറുതായിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് എണ്ണ അധികം ഉപയോഗിക്കാൻ ഇത് ചിലവ് വരുന്നില്ല. വലുതാകുമ്പോൾ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ വേണം നമുക്ക്. ആദ്യം ഞാനൊരു 1-2 ഒക്കെ ഇച്ചിരി നീളത്തിൽ മുറിച്ച് നോക്കി. പിന്നെ വിചാരിച്ച് വേണ്ട, സൈഡിൽ നിന്ന് മുറിക്കാൻ നിർത്തുന്നുണ്ട്. സൈഡിൽ നിന്ന് തന്നെ ചെറുതാക്കി ഞാൻ മുറിച്ചെടുത്തത്. അതാകുമ്പോൾ നമുക്ക് അധികം എണ്ണയില്ലാതെ തന്നെ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. എണ്ണയ്ക്ക് അധികം ചിലവും വരുന്നില്ല. വലുതാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എണ്ണ കൂടുതൽ ഒഴിക്കണ്ടേ. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും മാവ് ഏതായാലും എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മാവ് നല്ലപോലെ ഒന്ന് പൊളിച്ച് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. മാവിന് ചെറിയ ചെറിയ ബബിളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം നമുക്ക് മാവ് നല്ലപോലെ പൊളിച്ച് പൊന്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഈ പരുവത്തിൽ വേണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ പഴം ഇതിനകത്തിട്ട് മുക്കുമ്പോഴത്തേക്ക് അത് പഴത്തിലോട്ട് മൈദമാവെല്ലാം കൂടെ നല്ലപോലെ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എണ്ണയിലോട്ട് ഇടാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ അത് വെള്ളം പോലെയായിട്ട് വലിയ അപ്പുറം ഇപ്പുറം എല്ലാം നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും എല്ലാം വെതറിയിട്ട് കിടക്കും. ഇത് കുറച്ച് കട്ടിക്കാകുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ പഴംപൊരിയൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ പഴംപൊരി പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴംപൊരിയും ബീഫും പഴംപൊരിയും ചിക്കൻ കറിയും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഏതായാലും പഴംപൊരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നന്നായിട്ടുണ്ട്. കൂടെ വേണമെങ്കിൽ ബീഫ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പഴംപൊരിയും ബീഫും ചേർക്കാൻ പറ്റും, കൂട്ടി കഴിക്കാൻ പറ്റും. ചിക്കനാണെങ്കിൽ ചിക്കനും കൂട്ടി കഴിക്കാൻ പറ്റും. ഏതായാലും നമ്മൾ വെച്ചുണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അത് കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഏതായാലും ഉണ്ടാക്കിയത് അറിയാതെ എല്ലാം തീർന്നു. എപ്പോഴും കുട്ടികൾ എപ്പോഴും പറയുമെങ്കിൽ ഇതുവരെയായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കി പഴംപൊരി മാത്രം ഉണ്ടാക്കി കഴിക്കും എന്നല്ലാതെ അതിൻ്റെ കൂടെ ഇതും കൂടെ ചിക്കനോ ബീഫോ കൂട്ടി കഴിക്കുന്നത് അത്ര ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലാത്ത കാര്യമായിരുന്നു. ഏതായാലും ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ കിട്ടാറുണ്ട് പഴംപൊരിയും ബീഫും പഴംപൊരിയും ചിക്കൻ കറിയും ഒക്കെ കിട്ടാറുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ എൻ്റെ പഴംപൊരി അത് റെഡി ആയിക്കൊണ്ടിരിക്കണം. ഞാൻ കുറച്ച് ഗോൾഡൻ കളർ വരെ ഇത് ആവുന്നിടം വരെ ഞാൻ ഇത് മൂപ്പിച്ചെടുക്കും. ചിലർ കുറച്ച് മഞ്ഞ കളർ ആകുമ്പോഴത്തേക്കും തന്നെ ചെറുതായി മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും എടുക്കും. ചെറുതായി മുരിഞ്ഞ് വരുമ്പോൾ എടുക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു അത്രയ്ക്ക് ഒരു ഇതില്ല, കാണാൻ അത്ര ഭംഗി തോന്നില്ല. അതേസമയം കുറച്ചും കൂടെ നല്ലപോലെ മുരിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്ന ആ പരുവത്തിൽ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ ഇടയ്ക്ക് അത് ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് സൈഡിൽ പറ്റിപ്പിടിച്ച് പോയി, അതെല്ലാം കുത്തിപ്പറിച്ചെടുത്ത്. ഏതായാലും ബീഫും ഇതും കൂടെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി അത്ര തന്നെ. ചിക്കൻ കറി കൂട്ടുന്നവർക്ക് ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം. ഇത് വെറുതെ കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ വെറുതെയും കൂട്ടി കഴിക്കാൻ പറ്റും. ഏതായാലും എൻ്റെ പഴംപൊരിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇതാ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നും. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിക്കൻ കറി കൂട്ടി കഴിക്കുക. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളെല്ലാം
പറയുക. ചില ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രൂപങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്. അതിൻ്റെ പഴംപൊരിയുടെ ഷേപ്പേ അല്ല, ഏതാണ്ട് എലിക്കുട്ടിയുടെ ഷേപ്പൊക്കെ വരുന്നുണ്ട് കാണുമ്പോൾ. ഇപ്പോൾ ഞാൻ മറിച്ചിടുന്നത് കാണുമ്പോൾ തന്നെ അത് എലിക്കുട്ടി പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരു വാലും കാലും ഒക്കെ കയ്യും ഒക്കെ കാണുന്നുണ്ട്. പലതരം രൂപത്തിലാണ് വരുന്നത്. ഏതായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.